ഹുസൈൻ ഫാബ് ഇൻറ്റീരിയേഴ്സ് ചെയ്ത മറ്റൊരു വർക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കുളമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അലുമിനിയം സെമി മോഡൽ കിച്ചൻ്റെ വർക്കാണ്. അതായത് സെമി പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്ലാബ് ചെയ്തിട്ട് അതിന് അലുമിനിയം കൊണ്ട് ഫ്രെയിം അടിച്ച് അതിൽ ഗ്രൗണ്ട് പാർട്ടീഷൻ ചെയ്ത് ഒരു പക്ക ഒരു മോഡൽ കിച്ചൻ്റെ എങ്ങനെ ഫീലിംഗ് വരുമോ ആ ഒരു ബേസിലേക്ക് മാറ്റിയൊരു മോഡലാണ് ഇപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. കിച്ചൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 10x8 ആ ഒരു സൈസാണ് ഈ കിച്ചൻ്റെ ഏകദേശം ഡൈമെൻഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വളരെ ലൈറ്റ് കളറായ ഒരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പരമാവധി ആഡ് ചെയ്യുന്ന എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആക്സസറീസ് ആയാലും ഡോസ് ആയാലും ഓവർ ഹെഡ് ആയാലും ലോഫ്റ്റൊക്കെ ഫുള്ളായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ ലോഫ്റ്റ് അവിടെ സ്ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടില്ല. പിന്നെ കിച്ചൻ്റെ ബോട്ടം പറയുമ്പോൾ ഒരു ഗ്രൗണ്ട് തട്ടടിച്ചിട്ട് നമ്മളൊരു 3 ഡോറും കൊടുത്ത് ഇതിൻ്റെ സൈസ് കണ്ടില്ല, വളരെ ചെറിയൊരു സൈസായിരുന്നു. അപ്പോൾ അതിന് ബേസായിട്ടുള്ള ഒരു ബോട്ടം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഓവർ ഹെഡാണ്. ഓവർ ഹെഡ് പരമാവധി ഗ്രോസറി വെക്കാനൊക്കെ കംഫർട്ടബിളായ രീതിയിൽ ഒരു 4 അടി ആ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡ് പ്യൂരിഫയർ വരുന്ന കാരണം ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് അവിടെ. പിന്നെ നമ്മൾ ചെറിയൊരു സൈഡ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ അവിടെ ഷെൽഫ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഗ്ലാസ് ഡോർ ചെയ്തിരിക്കുന്നത്. ഈ വർക്കിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പാറ്റേൺ സെയിം പാറ്റേൺ തന്നെ. ലോഫ്റ്റിനായിട്ട് ഔട്ടർ ഫ്രെയിമിന് വൈറ്റ് 1.5 ഡോർ പ്രൊഫൈൽ വന്നിട്ട് ചാമ്പ്യൻ ഗോൾഡിൻ്റെ അലുമിനിയം പ്രൊഫൈലും ജി പ്രൊഫൈലും ഉപയോഗിച്ചിരിക്കുന്നത്. ഷീറ്റ് വന്നിട്ട് ക്രിസ്റ്റൽ ബ്രാൻഡിൻ്റെ PVC ലാമിനേറ്റ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ ബോട്ടത്തിലേക്ക് വരികയെന്ന് വെച്ചാൽ അതേ ഔട്ടർ ഫ്രെയിമിന് 1.5 അതേ സെയിം പാറ്റേൺ തന്നെ തട്ടിനായിട്ട് 8 മൾട്ടിവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6.5 ഡെൻസിറ്റിയുള്ള മൾട്ടിവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അക്സസറീസിലേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ള കൂടുതൽ എപ്കോ ബ്രാൻഡാണ് ഉപയോഗിക്കാറുള്ളത്, അത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ കിച്ചണിൽ ഒരു ഫസ്റ്റ് ഡോറോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം 2 ടാൻഡം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല സെമി കിച്ചൺ ആയതുകൊണ്ട് ഹൈറ്റ് 2.5 ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 2 ടാൻഡം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് 2 ടാൻഡം കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് കട്ട്ലറിയും പിന്നെ ഒന്ന് കുക്കർ പ്ലേറ്റ് അങ്ങനെ വെക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓയിൽ പുള്ളോട്ട് കൊടുത്തിരിക്കുന്നത്, അത് സ്റ്റീൽ ബാസ്ക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓയിൽ പുള്ളോട്ട് സ്റ്റീലിൻ്റെ സോഫ്റ്റ് ക്ലോസിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു കോർണർ ഡോറാണ് വരുന്നത്. കോർണർ ഡോറ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സ്പേസ് വളരെ ചെറിയ സ്പേസാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പിന്നെ സിങ്കിൻ്റെ ഭാഗത്തേക്കും ഒരു 2 ഡോറ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വേറെ കൂടുതൽ ആക്സസറീസ് ഒന്നും ഇല്ല, ചുരുങ്ങിയ ആക്സസറീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്തിരിക്കുന്നത് ഓവർ ഹെഡാണ്. ഓവർ ഹെഡ് ഒരു 3 ഡോറ് എന്ന സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത്.
ലെഫ്റ്റ് സൈഡായിട്ട് ചെറിയൊരു ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സ്റ്റോറേജായിട്ട് സ്പേസ് ഉപയോഗിക്കാൻ. പിന്നെ സൈഡ് ഷെൽഫ്, അവിടെ ഒരു വാൾ ഷെൽഫ് ഉണ്ടായിരുന്നു, ഓപ്പൺ ഷെൽഫായിട്ട്. നമ്മളതിനാണ് ഒരു 3 ഡോർ വെച്ച് സെറ്റ് ചെയ്യുകയുണ്ടായത്. ഗ്ലാസ് വെച്ചിട്ട് തട്ട് പിന്നെ ഏറ്റവും മൾട്ടി കൂടെ ചെയ്ത്. ലോഫ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ലോഫ്റ്റിൻ്റെ ഹൈറ്റ് ഒരു 4 ഫീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സൈസ് തന്നെ കൊടുത്തു. അതും സെയിം പാറ്റേൺ തന്നെയാണ്. നമ്മൾ ഓപ്പൺ ഷെൽഫായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇത്രയൊക്കെയാണ് ഈ വർക്കിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളുടെ വീഡിയോ കണ്ട് സഹായിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. ഈ വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറുമായി ബന്ധപ്പെടുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.